അമ്പലത്തിലേക്ക് പോകുന്നവർ എത്രയും പെട്ടെന്ന് അമ്പലത്തിലെത്തി പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചെത്തേണ്ടതാണ്. ഇവിടെ പൂർവികർക്കുള്ള പുഷ്പാർച്ചനയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ പോയി മടങ്ങിയെത്തേണ്ടതാണ്. എല്ലാ കുടുംബാംഗങ്ങളും സദസ്സിലും വേദിയിലുമായി വന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയ മിത്രങ്ങൾക്കുള്ള പുഷ്പാർച്ചനയാണ്. ജാനു, ബാലകൃഷ്ണൻ, പത്മനാഭൻ, ഗോവിന്ദൻ, ബാലൻ, നാണു, ഗോപാലൻ, രവി, രാഘവൻ, രവി, സുലോചന എന്നിവരുടെ ഫോട്ടോസ് നമ്മുടെ വേദിക്കരികിൽ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് ഈയൊരു കുടുംബ സംഗമവുമായി ബന്ധപ്പെട്ട് അവർക്ക് നൽകാൻ പാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജൻവാണിയിലെ അവതാരകൻ കൂടിയാണ്. അദ്ദേഹത്തെ കുടുംബസംഗമത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി ഏങ്കറായിട്ട് ക്ഷണിക്കുകയാണ്. മക്കൾ, മരുമക്കൾ, പേരമക്കൾ, അങ്ങനെ ഒരു വലിയ കൂട്ടുകുടുംബം ഉണ്ടാവുന്നു. ഇന്ന് ഈ കുടുംബസംഗമത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ കുടുംബാംഗങ്ങളെയും ഇന്നത്തെ ഈ കുടുംബ സംഗമത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ സംഗമ പരിപാടിയിൽ നമ്മൾ പുഷ്പാർച്ചനയാണ് ആദ്യം നടത്തുന്നത്. മൺമറഞ്ഞു പോയവരുടെ ഓർമ്മ പുതുക്കിക്കൊണ്ട് നമുക്ക് അവർക്ക് മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. നമ്മൾ ഈ പുഷ്പാർച്ചനയ്ക്കായി നമ്മൾ ജാനയെടുത്ത് നമ്മൾ ആദ്യം ക്ഷണിക്കുകയാണ്. കുടുംബത്തിലെ ഓരോ അംഗവും വന്ന് പുഷ്പങ്ങൾ അർപ്പിക്കുക. എല്ലാവരും വരണം. ആദ്യം ജാനയെടുത്ത് ക്ഷണിക്കുന്നു.
അഗ്രത്ത് തറവാടിന്റെ നാഥനായ അഗ്രത്ത് ശിവപാർവതി ക്ഷേത്രത്തിന്റെ സൃഷ്ടാവ് 11 മക്കളുടെ പിതാവായ അദ്ദേഹത്തെ ഇവിടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ച് ഇരിക്കുകയാണ്. ഇനി നമ്മൾ ഇളം തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പരിചയപ്പെടുത്തൽ ആണ്. പൂർവികന്മാരെ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരെയും അറിയാൻ പറ്റില്ല. അപ്പോൾ അത് ഏതായാലും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ്. പഴയ തലമുറയിലെ കിരീടം വെക്കാത്ത രാജാവ്, നാട്ടുപ്രമാണി, ജനസമ്മതൻ. ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പിറകിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. എഴുതിയതിൽ ചെറിയൊരു പിഴവാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഭാര്യയും മക്കളും മൊകേരിയിലേക്ക് താമസം മാറി. മക്കൾ ശൈലജ, മഹേഷ് ബാബു, പുഷ്പ, ഷൈമ, സുരേന്ദ്രൻ എന്നിവരാണ്. മരുമക്കൾ പരേതനായ ബാലകൃഷ്ണൻ എന്നിവരാണ്. പുതു തലമുറകൾക്ക് പഴയ കാലത്തെ തറവാടിൻ്റെ ഓരോ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. എകരത്ത് പത്മനാഭൻ അവർകളാണ്. കുടുംബത്തിൻ്റെ നെടും തൂണാണ് ഇദ്ദേഹം. ജനസേവകൻ. അമ്പലത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ താല്പര്യത്തോടെ എന്നും ഇടപെടാറുണ്ട് ഇദ്ദേഹം. കുടുംബത്തിന് എപ്പോഴും എല്ലായിടത്തും സാന്നിധ്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ശിവരാത്രിക്കും പ്രതിഷ്ഠാ വാർഷികത്തിനും ദിവസങ്ങൾക്ക് മുൻപേ അമ്പലത്തിൽ ഒന്ന് താമസിച്ച് പരിപാടികൾ ഭംഗിയാക്കാൻ അക്ഷീണം പ്രവർത്തിച്ച മാതൃകാപരമായ കുടുംബങ്ങൾക്ക് പ്രചോദനമേകുന്ന വിശിഷ്ട വ്യക്തിയാണ് എകരത്ത് പത്മനാഭൻ അവർകൾ. ഇദ്ദേഹത്തെ നമുക്ക് EP ഇലക്ട്രോണിക്സ് എന്ന സ്ഥാപനം നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ നെൽക്കോ മൾട്ടി റേഡിയോ ഡീലർ കൂടിയായിരുന്നു ഇത്. പണ്ടുകാലത്ത് റേഡിയോ നിങ്ങൾക്ക് പല കുട്ടികൾക്കും അറിയില്ല. ഇന്നത്തെ പോലെ സാധാരണ സുലഭമായി റേഡിയോ ലഭിക്കുന്ന കാലഘട്ടമല്ല അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അടുത്തത് എകരത്ത് ജാനുവേടുത്തിയാണ്. എകരത്ത് കുഞ്ഞിക്കണ്ണൻ്റെ രണ്ടാമത്തെ തറവാടിൻ്റെ ഐശ്വര്യം. എല്ലാവരെയും ഒരുപോലെ കാണുന്ന സ്നേഹ സമ്പന്ന ഭർത്താവ് കൃഷ്ണേട്ടനോടും മക്കളായ ചന്ദ്രൻ, രമ, രാജീവൻ, സത്യൻ തറവാട്ടിൽ താമസമായിരുന്നു. കുടുംബ സ്നേഹി. കൃഷ്ണേട്ടൻ്റെ വിയോഗത്തിന് ശേഷം മക്കളെ വളർത്താൻ ഏറെ പാടുപെട്ടിരുന്നു. മക്കളും മരുമക്കളും പേരമക്കളും ജീവിതത്തിൽ ഉന്നതിയിലെത്തിക്കാണാൻ കഴിഞ്ഞതിൻ്റെ സായുജ്യത്തോടെ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. എകരത്ത് ജാനുവേടത്തി. ദേവൂട്ടിയിടത്തി. എകരത്ത് കുഞ്ഞിക്കണ്ണൻ്റെ മൂത്ത മകൾ പന്നിനൂരിലെ ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയാണ്. പന്നിനൂരിലായിരുന്നു താമസം. മക്കൾ ശശിധരൻ, ചന്ദ്രിക, സത്യചന്ദ്രൻ, സുമ, ബേബി സലില, പരേതയായ സുലോചന എന്നിവരാണ്.
മരുമക്കൾ സവിത, നാരായണൻ, ഷാജി, ഷജി, പരേതരായ രവീന്ദ്രൻ, കുഞ്ഞിക്കണ്ണൻ രവീന്ദ്രൻ എന്നിവരാണ് മരുമക്കൾ. സുലോചന ദേവുട്ടിയടുത്തിയുടെ മകൾ. രാഘവൻ മാസ്റ്റർ. രാഘവൻ മാസ്റ്റർ കൗസല്യയുടെ ഭർത്താവാണ്. കൊളായി UP സ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്ററായി റിട്ടയർ ചെയ്തു. കോൺഗ്രസിന്റെ പെരിങ്ങളം മണ്ഡലം പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മക്കൾ ഷാജി, ഷീജ, ഷീന. മരുമക്കൾ ശോഭ, സുധീർ, രമേശൻ എന്നിവരാണ്. EP സരോജിനിയുടെ ഭർത്താവ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിട്ടയർഡ് ചെയ്തതാണ് ഇദ്ദേഹം. മക്കൾ മാനന്തവാടി രാജേഷ് ബാബു, ബിന്ദു, ബീന എന്നിവരാണ്. മരുമക്കൾ സുകേശി, രാഘവൻ, ദിവാകരൻ എന്നിവരാണ്. ഗോവിന്ദൻ മാഷ് ദേവുട്ടിയടുത്തിയുടെ ഭർത്താവ്. മക്കൾ ശശിധരൻ, ചന്ദ്രിക, സത്യചന്ദ്രൻ, സുമ, ബേബി, പരേതയായ സുലോചന. മരുമക്കൾ സവിത, രവി, രചന. പരേതയായ സുലോചനയുടെ ഭർത്താവ്. പള്ളൂരിലെ ആദ്യത്തെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി എന്നീ മേഖലയിൽ സേവനം അനുഷ്ഠിച്ച വ്യക്തി. രവി കവിയൂർ സുമേച്ചിയുടെ ഭർത്താവാണ്. കവിയൂർ സ്വദേശിയാണ്. കുഞ്ഞിക്കണ്ണൻ ചൊക്ലി ചന്ദ്രിയേച്ചിയുടെ ഭർത്താവാണ്. NCC ഓഫീസറായി റിട്ടയർഡ് ചെയ്തിട്ടുണ്ട്. മകൻ ജസ്മിഷ്. ഏവർക്കും ഏറെ സുപരിചിതരാണ് ഇദ്ദേഹം. ഗാനമേളകളിൽ നിറസാന്നിധ്യമാണ്. നാണുവേട്ടൻ എഗ്രത്ത് രമേശിയുടെ ഭർത്താവ്. ഹോട്ടൽ ബിസിനസ്സുകാരനാണ് ഇദ്ദേഹം. കൂറ്റേരി സ്വദേശി. മക്കൾ രൂപേഷ്, റീഷ്മ, റിജേഷ് എന്നിവരാണ്. മരുമക്കൾ ശ്രീന, ക്ഷമിക്കണം, പടിയന്റെ അവിടെ ബാലൻ മാസ്റ്റർ. ലീലാവതിയുടെ ഭർത്താവ്. പാനൂർ വെസ്റ്റ് UP സ്കൂളിൽ നിന്നും അധ്യാപകനായി വിരമിച്ചു. കുട്ടികളുടെ പ്രിയപ്പെട്ട
അധ്യാപകൻ, എല്ലാങ്കോട് കുഞ്ഞിരാമൻ മാസ്റ്ററുടെ ഭാര്യ, ചമ്പാട് കുന്നുമ്മൽ LP സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യവേ 2001 ഒക്ടോബർ 5 എല്ലാവരെയും വിട്ടുപിരിഞ്ഞു. മക്കൾ സുബിറാം ബാംഗ്ലൂർ വിപ്രോ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ബിജിറാം ബാംഗ്ലൂർ ഫോർച്യൂൺ ഇലക്ട്രോണിക്സിൽ സേവനമനുഷ്ഠിക്കുന്നു. നവ്യ, മരുമക്കൾ നവ്യ, ശ്രുതി, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ആങ്കറെ ഏർപ്പാടാക്കാനും അതുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ഒന്ന് ഒരുക്കാനുള്ള സൗകര്യം കിട്ടിയിരുന്നില്ല. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും എൻ്റെയും പിന്നെ ചെറിയൊരു വീഴ്ചയായിട്ട് തന്നെ കാണുന്നു. കാരണം ഇവിടെ ഇന്നലെയാണ് ഞാൻ ആങ്കറെ ഏൽപ്പിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഇത് ഒന്ന് പിന്നെ പഠിച്ചു വരാനുള്ള സമയം കിട്ടിയിരുന്നില്ല. അപ്പോൾ അതൊക്കെ കണ്ട് തന്നെ എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ സദ്യം എല്ലാവരും പൊറുക്കണം എന്നുള്ളൊരു അപേക്ഷയാണുള്ളത്. ഇവിടെ ബാലകൃഷ്ണേട്ടൻ ഇവിടെ നമ്മൾ പിന്നെ ഫോട്ടോയിലൂടെ ഉണ്ട്. ഷൈമേച്ചയുടെ ഭർത്താവ്, മൊകേരി ഷൈമേച്ചയുടെ ഭർത്താവ് ഈ അടുത്ത് നമ്മെ വിട്ടുപോയി. ബൈജേഷ്, ഷൈബേഷ്, ഷിബിന എന്നിവരാണ് അവരുടെ മക്കൾ, എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ VP കൃഷ്ണൻ എന്നിവരുടെ ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് എൻ്റെ അമ്മയുടെ അച്ഛൻ ഫോട്ടോ നമുക്ക് കിട്ടാത്തതുകൊണ്ട് തന്നെ അവിടെ പേര് എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് പേര്. പിന്നെ അതുപോലെ തന്നെ ഒരു സത്യൻ, നിങ്ങൾക്കാർക്ക് പരിചയമുണ്ടോ എന്നറിയില്ല. നമ്മുടെ അമ്മമ്മയുടെ ഇപ്പോഴത്തെ സത്യമ്മവൻ ജനിക്കുന്നതിന് മുന്നേ ഒരു സത്യൻ പിറന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോ കിട്ടിയിട്ടില്ല. ഇതൊക്കെ ചിലർക്കൊക്കെ പുതിയ അറിവായിരിക്കും. ഏതായാലും പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ എല്ലാമായിരുന്നു നമ്മുടെ ഗോവിന്ദേട്ടൻ്റെയും ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കേണ്ടതാണ്. അപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സദയം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിചയപ്പെടുത്തൽ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. കല്യാണി അമ്മയുടെ ഒരു മകൻ പുരുഷോത്തമൻ, അത് ഈ അടുത്താണ് ഞാൻ അറിഞ്ഞത്. ഞാനറിയാൻ 45 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച അറിയുന്നത്. പുരുഷോത്തമൻ എന്നൊരു മകൻ അവർക്കുണ്ടായിരുന്നു. എല്ലാവർക്കും നിങ്ങൾക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എകരത്ത് കുടുംബ സംഗമം ഇന്ന് എകരത്ത് ഈ തറവാട്ടിൽ ഈ വീട്ടുപറമ്പിൽ തന്നെ നടത്തപ്പെടുകയാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന പരിപാടിയാണ്. ആദ്യമായി പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കും. ദൈവമേ കാത്തുവൾ തന്ന് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിച്ചോരാവിവൻ തോണി നിൻ പദം ഒന്നൊന്നായി എണ്ണി തൊട്ടെങ്ങും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില സ്വന്തമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദ
അവരെ ക്ഷണിക്കുന്നു. എകരത്ത് കുടുംബ സംഗമം. എല്ലാവർക്കും സദസ്സിലും വേദിയിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഈ വേദിയിൽ എൻ്റെ കടമ സ്വാഗത ഭാഷണമാണ്. സ്വാഗതം എല്ലാം എൻ്റെ കുടുംബക്കാരുടെ, എൻ്റെ അടുത്തവർ, ഈ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഓരോരുത്തരായി സ്വാഗതം ചെയ്യാം. ആദ്യമായി ഹരിയമ്മാമൻ, എൻ്റെ അമ്മയുടെ നേരത്തെ പറഞ്ഞു, വേങ്കർ പറഞ്ഞു, ഇവിടുത്തെ കുടുംബാംഗങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇത് എകരത്ത് കല്യാണി കുഞ്ഞിക്കണ്ണൻ ദമ്പതികളുടെ ഇളയ മകനായ ഹരിദാസൻ ഇപ്പോൾ കൊട്ടിയൂരിൽ കച്ചവടം ചെയ്യുന്നു. 2 മക്കളാണ്, അധീനയും പിന്നെ ഇത് കൂടുതൽ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. അടുത്തത് ജാനു എടുത്തി, എൻ്റെ മൂത്തമ്മാവൻ്റെ കിട്ടാമ്മാവൻ്റെ സഹധർമ്മിണി ജാനു എടുത്തി. മൊകേരിയാണ് താമസിക്കുന്നത്. ഈ കുടുംബത്തിൽ ഇവിടെ വന്നിരിക്കാനും പങ്കെടുക്കാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. അടുത്തത് നാരായണി ചേച്ചി, മാമി ചേച്ചിന്ന് വിളിച്ച് ശീലിച്ചു പോയി. എൻ്റെ 2ാമത്തെ മാമൻ്റെ പപ്പാമാവൻ്റെ പരിചരനായ പപ്പാമാവൻ്റെ പറയാൻ, പപ്പാമാവനെ കൊണ്ട് പറയാൻ എനിക്ക് വാക്കുകളില്ല. പപ്പാമാവൻ്റെ സഹധർമ്മിണി ജാനയും ഞാൻ ഈ എകരത്ത് കുടുംബത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. വിട്ടുപോയി ഇരിക്കുന്നവർക്കെല്ലാം സ്വാഗതം പറയാനായിരുന്നു എൻ്റെ കടമ. പക്ഷെ പരിചയപ്പെടുത്തുന്നിടയിൽ സ്വാഗതം പറയാൻ വിട്ടുപോയി, ക്ഷമിക്കുക. ഇവിടെ ഇരുന്നെല്ലാവർക്കും പറഞ്ഞ ഒരു ഹരിയമ്മാമന് അല്ല സ്വാഗതം. അടുത്തത് എൻ്റെ അമ്മ എകരത്ത് ലീലാവതി. എൻ്റെ അച്ഛനാണ് ബാലൻ മാസ്റ്റർ, പറഞ്ഞിട്ടുണ്ടാവും, മരണപ്പെട്ടു പോയി. ഞങ്ങൾ 6 മക്കളാണ്. അമ്മയ്ക്കും എൻ്റെ പിന്നെ ഇന്ദിരേച്ചി, ഇപ്പോൾ ഈ എകരത്തെ തറവാട്ടിൽ ഉള്ള ഇന്ദിര തറവാട്ടിൽ താമസിക്കുന്നു. 2 മക്കളാണ്, 2ഉം ഗൾഫിലാണ്. കടത്തൂർ സ്കൂളിൽ റിട്ടയർഡ് ടീച്ചറാണ്. ഇന്ദിരേച്ചിക്കും എൻ്റെ സ്വാഗതം പറയുന്നു. അടുത്തത് സരോജിനി, അമ്മയുടെ അനുജത്തി. അതും പരിചയപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നു. സരോജിനിയുടെ ഭർത്താവ് മരിച്ചുപോയ ഗോപാലേട്ടൻ, 3 മക്കള്. എല്ലാവരും വേദിയുണ്ട്, മക്കളും മക്കളെ ഭർത്താവെല്ലാം സദസ്സിലുണ്ട്. അവർക്കും ഞാൻ സ്വാഗതം രേഖപ്പെടുത്തുന്നു. കൗസല്യ, അതും അമ്മയുടെ സഹോദരി, എകരത്തെ കുടുംബത്തിലെ സ്ത്രീരത്നങ്ങളിൽ ഒരാൾ. അവരുടെ ഭർത്താവായിരുന്നു മരിച്ചുപോയ രാഘവമ്മാഷ്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കും എൻ്റെ പേരിൽ സ്വാഗതം. എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം പറയുന്നു. അതുപോലെ സദസ്സിൽ ഇരുന്നവർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ സ്വാഗതം രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ള കുടുംബാംഗങ്ങളെ, ഈ വേദിയിലെ അധ്യക്ഷനാവേണ്ടിയിരുന്നത് അനന്തവൈദ്യരായിരുന്നു. ചില അസുഖം ബാധ്യതരായതുകൊണ്ട് അദ്ദേഹത്തെ ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ആ ചുമതല ഞാൻ നിറവേറ്റുന്നത്. ഇവിടെ നമ്മുടെ ഏങ്കർ പറഞ്ഞു, കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പം തരുന്നതാണെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഇമ്പം പരസ്പരം പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് രൂപേഷാണ്. രൂപേഷിൻ്റെ അശ്രാന്ത പരിശ്രമം ഒന്ന് മാത്രമാണ് അദ്ദേഹത്തെ അവനെ സഹായിച്ച ചമ്പാടൻ ബാബു, ഉടേരി ബാബുവിനെ ഞാൻ മറക്കുന്നില്ല. ഇവരെല്ലാം കൂടി ഇത്ര ഭംഗിയായി സംഘടിപ്പിച്ചതിൽ ഒരു അതിയായ സന്തോഷമുണ്ട്. ഒരു അധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല, കാരണം
ഒരുപാട് പരിപാടികൾ ഇനിയുണ്ട്. അതിൽ കാണാൻ വേണ്ടി